സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വാർത്ത കണ്ടു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികൾക്ക് ഷെല്ലാക്രമണത്തിൽ ഗുരുതര പരിക്ക്. മോസ്കോ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് തൃശൂർ സ്വദേശികളായ യുവാക്കൾക്ക് യുദ്ധത്തിൽ പരിക്കേറ്റതായി വിവരം. കൂട്ടനിലൂർ സ്വദേശി ബിനിൽ, കൊറഞ്ച് സ്വദേശി ജെയിൻ കുര്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജെയിൻ കുര്യൻ എന്തായാലും ക്രിസ്ത്യാനിയാണ്, ബിനിൽ ക്രിസ്ത്യാനി ആയിരിക്കും. റഷ്യ, യുക്രൈൻ്റെ കൂടെ വേറെ ഒരുപാട് ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ലോകത്തെ ബാധിച്ച യുദ്ധമാണ്. ക്രിസ്ത്യാനികൾ തമ്മിൽ നടക്കുന്ന യുദ്ധം ലോകത്തെ ബാധിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ, പ്രത്യേകിച്ചും ഗോതമ്പിൻ്റെ ഒക്കെ കലവറയാണ് യുക്രൈനും റഷ്യയും. അപ്പം അതിൻ്റെ അവിടെയൊക്കെ വമ്പൻ പാടങ്ങളാണ് ഉള്ളത്. അപ്പം അതൊക്കെ മുടങ്ങിയപ്പോൾ ലോകത്ത് വിലക്കയറ്റമുണ്ടായി. ഇത് ദരിദ്ര രാജ്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വില കൂടുമ്പോൾ കയ്യിൽ പൈസ ഉള്ളവനെ വാങ്ങാൻ പറ്റുള്ളൂ, ഇല്ലാത്തവൻ പെടും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ വളം, ഇതൊക്കെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളാണത്ര ഈ റഷ്യയും യുക്രൈനും ഒക്കെ. അപ്പോൾ സപ്ലൈ ചെയിനൊക്കെ മുടങ്ങിയപ്പോൾ അത് ലോകത്തെ ബാധിച്ചിട്ടുണ്ട്. രണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതിൽ കേരളത്തിൽ നിന്നും ആളുകൾ പോയിട്ട് പങ്കെടുക്കുക കൂലിപ്പട്ടാളമായിട്ട്. രാജ്യത്തിൻ്റെ പട്ടാളമൊന്നുമല്ല. അപ്പം ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ, ഒരു മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ അവിടെയുള്ള ആഭ്യന്തര യുദ്ധത്തിലും സംഘർഷത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ കേരളത്തിൽ നടക്കുക? ഇപ്പൊ തന്നെ കേരളത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരെ പാകിസ്ഥാനിൽ പോടാ എന്നാണ് പറയുന്നത്. അത് ഒന്നാമത് വിവരമില്ലാഞ്ഞിട്ടാണ്, രാജ്യവിവരമില്ലാഞ്ഞിട്ടാണ്. നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തോൽപ്പിച്ച PC ജോർജിനെ തോൽപ്പിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികൾ തന്നെയാണ്, മറ്റുള്ള ആരൊന്നുമല്ല. അപ്പോൾ വർഗീയത പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കുറെ കാസൻ തീവ്രവാദികളൊക്കെ പിടിച്ച് അധികാരത്തിൽ വരാമെന്ന് വ്യാമോഹിക്കുന്ന ഒരാളാണ് PC ജോർജ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എതിർക്കുകയും അതിൻ്റെതായ രീതിയിൽ മറുപടി പറയുകയും ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇന്ത്യ ഇതുവരെ സമാധാനപൂർണ്ണമായിരുന്നു. ഞാൻ ആലോചിക്കണം, കേരളത്തിലൊക്കെ ഈ അവസ്ഥയാണെങ്കിൽ UP-യിലും ബീഹാറിലും അതേപോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്തായിരിക്കും അവസ്ഥ? ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറേയൊക്കെ ക്ഷമിക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പിന്നീട് വലിയ കലാപങ്ങൾക്കൊക്കെ വഴിവെക്കും. നിങ്ങൾ മ്യാൻമാറിലേക്ക് നോക്കണം, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് മ്യാൻമാർ എന്ന രാജ്യത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ വളരെ കുറവാണ്. ഉള്ള മുസ്ലിങ്ങളൊക്കെ റോഹിംഗ്യകളായിട്ട് ബംഗ്ലാദേശിൽ, ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ രാജ്യം ഇങ്ങനെ പകുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് ഇന്ത്യൻ ഇൻസർജൻസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി, ഇവർക്ക് സ്വാധീനമുള്ള പ്രദേശം. പിന്നെ പീപ്പിൾ ഡിഫൻസ് ഫോഴ്സിന് സ്വാധീനമുള്ള പ്രദേശം, TNLAക്ക് സ്വാധീനമുള്ള പ്രദേശം, MNDAക്ക് സ്വാധീനമുള്ള പ്രദേശം, VA സ്റ്റേറ്റിന് സ്വാധീനമുള്ള പ്രദേശം, ചിൻലാൻഡ് കൗൺസിൽ, CNAക്ക് വേറെ, ചിൻ ബ്രദർഹുഡ് അലയൻസ് വേറെ, ഷാൻ സ്റ്റേറ്റ് ആർമി സൗത്ത് വേറെ, PNLA വേറെ, ഇറാൻ IEC വേറെ, ജുണ്ട എന്ന് വേറെ, കാരൻ നാഷണൽ ലിബറേഷൻ ആർമി വേറെ, കാരൻ നാഷണൽ ആർമി വേറെ, മോൻ ലിബറേഷൻ ആർമി വേറെ, മോൻ നാഷണൽ ലിബറേഷൻ ആർമി വേറെ. അപ്പം ഇതാണ് ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ. അവിടുത്തെ ആഭ്യന്തര കലാപം നടന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? രാജ്യം തങ്ങളുടേത് മാത്രമാണെന്ന് ചില വൃത്തികെട്ട ആളുകൾ, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത ആളുകൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും പ്രശ്നം വരും. അപ്പോൾ ഐക്യത്തിൽ എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് രാജ്യമായിട്ട് നിലനിൽക്കുക. അല്ലാതെ ഞങ്ങൾ ഭയങ്കര സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവൻ്റെ മേൽ കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം ആയി മാറും. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. പാലസ്തീനും സിറിയയിലും നടന്ന പോലെ ആവില്ല ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് പ്രശ്നങ്ങളുണ്ടായാൽ സംഭവിക്കുക. അത് ചൈനയിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ 140 കോടി ജനങ്ങളെ, അല്ലെങ്കിൽ ഈ അഭയാർത്ഥികളെ സഹിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ലോകത്തിനില്ല. അത് എല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ചിട്ടും ഹൈന്ദവ തീവ്രവാദികളെ മനസ്സിലാക്കണം. പട്ടിണി കിടന്നിട്ട് UN-ന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് മേലോട്ട് നോക്കിയിരിക്കുന്നത് വലിയ രസമുള്ള കാര്യമൊന്നും ആയിരിക്കും. ആഭ്യന്തര സംഘർഷം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ജോലിക്ക് പോകാൻ പറ്റാതാകും, പരസ്പരം സഹകരണം ഇല്ലാതാകും. അതൊക്കെ വലിയ പ്രശ്നമാണ്. അത് ആരോടാണ് പറയേണ്ടത്? അപ്പം അങ്ങനെയുള്ള അവസ്ഥ കേരളത്തിലേക്ക് വരാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തെ കൊലക്കളമാക്കരുത്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി മതവിമർശനം ഏകപക്ഷീയമായിട്ട് ഒരു മതക്കാരെ മാത്രം വിമർശിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് ഇപ്പം എൻ്റെ തീരുമാനം. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഘികളും ക്രിസംഘികളും മിഷണറിമാരൊക്കെ പിന്നാലെ നടക്കുകയും അവരതിനെ ചൂഷണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചൂഷണം ചെയ്യുന്നവരെയും ഇനി പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇസ്ലാമിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പലരും പറയുന്ന മുസ്ലിങ്ങൾ 24 മണിക്കൂർ, അങ്ങനെ മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമാണോ? ഇവിടെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നു? ജ്യോതിഷം, പിന്നെ ജാതകം. ഒരുത്തൻ ജനിച്ച മുതൽ തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങണം. അവൻ ജാതകം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അന്ധവിശ്വാസങ്ങൾ, ചൊവ്വാദോഷം. ഇപ്പോൾ കേരളത്തിൽ മുഖം മറക്കുന്നത് തീർച്ചയായിട്ടും ഐഡന്റിറ്റി പ്രശ്നമാണെന്നുള്ളത്, അത് മതപരമായ പ്രശ്നമല്ല, ഐഡന്റിറ്റി പ്രശ്നമാണ്. അത് നമ്മൾ
ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം. അതിനും അപ്പുറം പർദ്ദ കഴിഞ്ഞാൽ കുരുപൊട്ടേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സിന്ദൂരം വന്നു, കുരിശി ലോക്കറ്റ് വരുന്നുണ്ട്, അങ്ങനെ മത അടയാളങ്ങൾ, ഈ കുറി, ഇതൊക്കെ ഇപ്പോഴല്ലേ വ്യാപകമാകുന്നത്. അപ്പോൾ അതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ. വ്യാപകമായ കുറിയ ആയും പ്രതികരിക്കുന്നില്ല. പർദ്ദ മാത്രം കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് പ്രതികരിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഏകപക്ഷീയമാണ്. പർദ്ദ ഒരു മതചിഹ്നമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ മതചിഹ്നം മുസ്ലിങ്ങൾ മാത്രമാണ് ധരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രമുള്ള ഒരു സദസ്സിൽ ഏറ്റവും കൂടുതൽ മതപരമായ ചിഹ്നങ്ങൾ അണിയുന്നത് ആരാണ്? എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളാണെന്ന് തോന്നുന്നു. മറ്റവന്മാർ കുരിശൊക്കെ ഷർട്ടിൻ്റെ ഉള്ളിലായിരിക്കും. പൊതുസ്ഥലത്ത് മതചടങ്ങുകൾ നടത്തുക, വിളക്ക് കത്തിക്കുക, അതും പട്ടാപ്പകൽ വിളക്ക് കത്തിക്കുക, എന്ത് ആഭാസമാണ്. അതും സർക്കാർ ചടങ്ങുകൾ, മതേതര രാജ്യമാണെന്ന് പറഞ്ഞിട്ട് സർക്കാർ ചടങ്ങുകളിൽ പട്ടാപ്പകൽ വിളക്ക് കത്തിക്കുക, എന്താവശ്യത്തിന്? ഇത് മറ്റുള്ളവരുടെ മേൽ മാത്രം അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളും എല്ലാവരും ആത്മപരിശോധനയ്ക്ക് തയ്യാറാക്കണം. മുസ്ലിങ്ങൾ മാത്രമാണ് പ്രശ്നക്കാരെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ശരി.